എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാനല്ല എന്റെ ക്യാപ്റ്റൻസിയെ പറ്റി പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത്. ഫൈറ്റ് ചെയ്യാറുണ്ടോ? ഹസ്ബൻഡുമായിട്ട് കുട്ടി കുട്ടി ഫൈറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഹസ്ബൻഡിന് മുമ്പ് വെച്ച് മറ്റേ ആൾക്കാർ നമ്മളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സങ്കടം തോന്നിയോ? എനിക്ക് സങ്കടം തോന്നിയില്ല, ഹസ്ബൻഡിന് ചെറുതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ കണ്ടോണ്ടിരിക്കല്ലേ, പുള്ളിയുടെ മുമ്പ് വെച്ച് പറയുമ്പോ പുള്ളിക്ക് ചെറിയ വിഷമം തോന്നിയെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ബിന്നിയുടെ ക്യാപ്റ്റൻസി? നന്നായി എന്ന് തോന്നുന്നവരൊന്ന് കൈവെക്കൂ. എത്ര പേരുണ്ട്? ഗിഷയിൽ അങ്ങനെ പറയുന്ന കേട്ടല്ലോ, ഒരിക്കലും ഒരു ശരിയായ ക്യാപ്റ്റൻസിയിലേക്കുള്ള പേരല്ല, അവര് ശരിയാവില്ല, അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ലക്കാണ്. അപ്പോ ആ ചെറുക്കന്മാര് പറഞ്ഞ് ലക്കല്ല, ഹാർഡ് വർക്ക് ആണ്. അങ്ങനെ ഒരു ഞങ്ങളുടെ ആർഗ്യുമെന്റ് ആയതായിരുന്നു. എന്താണ് ലക്ക് എന്ന് പറയുന്ന? അത് എങ്ങനെ ലക്ക്? അപ്പൊ ഒരു വീക്കില് ബിന്നി ഒരു വലിയ ടാസ്ക് ജയിച്ച് അവൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. അവളുടെ ഹസ്ബൻഡ് 1 വീക്ക് വരാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ അവൾ ക്യാപ്റ്റനുമായി. സോ ലൈക്ക് 4 തിങ്സ് അറ്റ് സെയിം വീക്ക്. സോ ഐ സെഡ് ഇറ്റ്സ് ലക്ക്. ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ട് പിന്നെ ആർക്കും കൊടുത്തില്ലല്ലേ? അത് ഇല്ല, പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കായിരുന്നല്ലേ? അല്ല, നൂറയല്ലേ ആ ഫാമിലി ഭർത്താവിനെ ഇത്രയും ദിവസം അവിടെ താമസിപ്പിക്കാനുള്ളൊരു റീസൺ? നൂറയല്ലേ? നൂറ എക്സ്പെക്ട് ചെയ്തിരുന്നോ? തരുമെന്ന് തോന്നിയിരുന്നോ? ഇല്ല ലാലേട്ടാ, ഞാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ടാണോ കൊടുക്കായിരുന്നത്? അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിസം അങ്ങനെ ഒരു സംസാരം വരും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ? എപ്പോഴെങ്കിലും നൂറ ചോദിച്ചോ? അല്ല, അങ്ങനെ സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു ജസ്റ്റ്. ഷാനവാസ് വളരെ ആവേശത്തോടെ കൈവെക്കുന്ന കണ്ടല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഉണ്ടാക്കിയത് ഷാനവാസ് ആണല്ലോ ക്യാപ്റ്റനായിട്ട്. അഭിപ്രായ വ്യത്യാസങ്ങളും ഫൈറ്റൊക്കെ ഉണ്ടായെങ്കിലും ക്യാപ്റ്റൻസി എന്ന നിലയിൽ അവൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ കുറ്റം പറയാനുള്ള ദിവസങ്ങൾ നമ്മളെ മുന്നിലില്ലായിരുന്നു. ഒന്നാമത് പക്ഷെ ഉള്ള സമയത്ത് മാക്സിമം ഉപയോഗിച്ചു ഷാനവാസ് അല്ലേ കുറ്റം പറയാൻ? ചെറിയ ഫൈറ്റ്. പക്ഷെ അദ്ദേഹത്തിന്റെ അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ വെച്ചൊക്കെ അങ്ങനെ സംസാരിക്കാൻ പാടുള്ളതാണോ? ഇല്ല, അത് എന്നെ വന്നിങ്ങനെ ചൊറിഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറയേണ്ടി വന്നു. അത് ഇപ്പൊ ഭർത്താവ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കത്